ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ചുറ്റും നടക്കുന്ന ഈ ആത്മഹത്യകൾ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചുറ്റും നടക്കുന്ന ആത്മഹത്യകളും മരണങ്ങളെല്ലാം നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പെൺകുട്ടികൾ ഒന്നും മാതാപിതാക്കളോട് പറയാതെ എല്ലാം മറച്ചു വെക്കുന്നുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തേത്, എല്ലാം വീട്ടിൽ അറിഞ്ഞിട്ടും മാതാപിതാക്കൾ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ പറയുന്നതും ചർച്ച ചെയ്യുന്നതും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെൺകുട്ടികളോട് അല്ലെങ്കിൽ ആൺകുട്ടികളോട് എന്ത് പ്രശ്നം നേരിടുന്നവരായാലും, നമുക്കിപ്പോൾ എന്ത് പ്രശ്നം ആയിക്കോട്ടെ, ഫാമിലി പ്രോബ്ലംസ് ആയിക്കോട്ടെ, എക്കണോമിക് പ്രോബ്ലം ആയിക്കോട്ടെ, വർക്ക് റിലേറ്റഡ് പ്രോബ്ലം ആയിക്കോട്ടെ, നമ്മൾ എന്ത് പ്രശ്നം തന്നെ ഉണ്ടെങ്കിലും നമ്മളത് നമ്മുടെ മാതാപിതാക്കളോട് ഷെയർ ചെയ്യണം. കാരണം ഈ ലോകത്ത് നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നതും നമ്മെക്കുറിച്ച് ഏറ്റവും അറിയാവുന്നതും നമ്മുടെ മാതാപിതാക്കൾക്കാണ്. അപ്പൊ അവരോട് എന്ത് പ്രശ്നം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇനി എന്നെ കൊണ്ട് ഡീല് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അറിയിക്കണം. അവർക്കാള് എക്സ്പീരിയൻസ്, ജീവിതാനുഭവം ഒന്നും നമുക്ക് ഇല്ലല്ലോ. അപ്പൊ എന്തായാലും നമ്മളൊരു പ്രശ്നം കേട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതാനുഭവം വെച്ചിട്ട് അവർ നല്ലൊരു സൊല്യൂഷൻ ഉറപ്പായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമ്മുടെ ഈ ഒരു ഗ്യാപ്പ്, അവര് വേദനിക്കും, എന്റെ ഈ പ്രശ്നം കേട്ട് കഴിഞ്ഞാൽ അവര് വിഷമിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ തെറ്റായ ധാരണയാണ്. അപ്പൊ അവര് കേട്ട് വിഷമിച്ചാലും നമ്മൾ ഈ ലോകത്തേക്ക് എന്നേക്കുമായിട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ആരാണ്? നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. ആ വേദന ഒരിക്കലും തീരാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ഷെയർ ചെയ്താൽ അതിന്റെ ഭാരം കുറയും, അതിനുള്ള സൊല്യൂഷൻസ് അവർ പറഞ്ഞു തരും, അവർ ഉറപ്പായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ മറ്റുള്ളവരോട്, നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരോടോ, നമ്മുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ ഉറപ്പായും അവരോട് തന്നെ നമ്മൾ നമ്മുടെ പ്രോബ്ലം ഷെയർ ചെയ്യണം. എത്രയും നല്ല ഉറപ്പോടെ ഞാൻ പറയാൻ കാരണം, എന്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത് എന്റെ വീട്ടുകാരോടാണ്, പ്രത്യേകിച്ച് അമ്മയോടാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. എനിക്ക് ചില സമയത്ത് എന്തെങ്കിലും വിഷമം ഉണ്ടായോ, എന്നെ കൊണ്ട് മൈൻഡിൽ ഡീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഉടനെ തന്നെ അമ്മയോട് ഷെയർ ചെയ്യും. അപ്പൊ അവരുടെ അനുഭവം വെച്ചിട്ട് ഏറ്റവും നല്ല സൊല്യൂഷൻസും ഏറ്റവും നല്ല ഹെൽപ്പും ഹെൽത്തിയും നമുക്ക് ഒരു മൈൻഡിനൊരു റിലാക്സേഷൻ ഒക്കെ ഉറപ്പായിട്ടും കിട്ടും. അതിന് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. രണ്ടാമതായിട്ടുള്ളത് മാതാപിതാക്കളോടാണ്. ചില ന്യൂസുകൾ കാണുമ്പോൾ നമുക്ക് എന്തുമാത്രം വിഷമം വരും. കാരണം ഒരു പെൺകുട്ടി ആ വീട്ടില് മറ്റൊരു വീട്ടിൽ അനുഭവിക്കുന്ന എല്ലാ കാര്യവും അറിയാമായിരുന്നിട്ടും മാതാപിതാക്കളെ ദേഹ ഉപദ്രവമായാലും മാനസിക പ്രശ്നമായാലും എന്തെല്ലാം അവിടെ അനുഭവിച്ചെന്ന് അറിഞ്ഞാലും ചില മാതാപിതാക്കൾ പറയും, നീ എല്ലാം സഹിച്ച് അവിടെ തന്നെ നിൽക്കണം, നിന്നെ കല്യാണം കഴിച്ചു വിട്ട വീടാണ്, അത് നിന്റെ വീടാണ്, നീ അവിടെ തന്നെ നിൽക്കണം, നീ ഇങ്ങി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാണ്, നാട്ടുകാരൊക്കെ ചോദിക്കും, കുടുംബക്കാരൊക്കെ ചോദിക്കും, ഞങ്ങൾ ഇത്രയും പൈസയൊക്കെ മുടക്കി നടത്തിയ കല്യാണമാണ്, അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് ഇതെല്ലാം സഹിച്ച് അവിടെ തന്നെ നിൽക്കണമെന്ന് പറയുന്ന മാതാപിതാക്കള് ഇപ്പോ അവരും ഉണ്ട്. നമ്മുടെ മക്കള് പറയുന്ന നമ്മൾ ഉറപ്പായിട്ടും കേട്ട് അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതിൽ വാസ്തവമാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇടപെടുക തന്നെ വേണം. അപ്പൊ നമ്മുടെ കുട്ടിയുടെ ജീവനല്ലേ നമുക്ക് ഏറ്റവും വലുത്. അപ്പൊ അതിന് നമ്മൾക്ക് ആരാണ് ചെലവിന്? നാട്ടുകാര് തരും. ഇവര് പ്രശ്നം പറ്റിയാലും പ്രശ്നം പറ്റിയില്ലെങ്കിലും നാട്ടുകാർ ഓരോ വിഷയം കിട്ടുമ്പോൾ അവർ ഓരോന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അവർ ഓരോന്ന് കിട്ടുമ്പോഴേ അവരങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അവര് മരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുന്ന ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇവരിങ്ങനെ നിലവിളിച്ച് കരയും. അത് കഴിഞ്ഞ് ഇതുപോലത്തെ സെയിം കേസുകൾ തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇവയുള്ളത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം മാതാപിതാക്കളോട് പറഞ്ഞാൽ പകുതി പ്രോബ്ലം സോൾവ് ആയി കഴിയും. മാതാപിതാക്കൾ അത് അംഗീകരിച്ച് അവരും കൂടെ നമ്മുടെ പ്രോബ്ലത്തിൽ ഇടപെട്ട് നല്ലൊരു സൊല്യൂഷൻ ആവുമ്പോഴേക്കും ആ പ്രോബ്ലം അവിടെ കഴിഞ്ഞു. ഇത് രണ്ടും വരാത്ത സ്ഥിതിക്കാണ് ഇത്രയും ആത്മഹത്യകളും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം, സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ എന്ത് പ്രോബ്ലം തന്നെയായാലും അതിനൊരു സൊല്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരോട് ഷെയർ ചെയ്യുക, ഏറ്റവും നല്ല സൊല്യൂഷൻസ് കണ്ടെത്തുക. ആത്മഹത്യയോ മരണമോ ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല എന്ന് മനസ്സിലാക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ. അപ്പോൾ ബൈ.